കൊല്ലം നഗരപരിധിയിലെ ഇപ്പോഴത്തെ സ്ഥിരം കാഴ്ചയാണിത്. ആഴ്ചകൾ നീളുന്ന കാത്തിരിപ്പിനൊടുവിലാണ് ഇവർക്ക് വെള്ളം ലഭിക്കുന്നത്. കിണറുകളിലെ വെള്ളം മാസങ്ങൾക്ക് മുമ്പേ വറ്റി. വല്ലപ്പോഴും വരുന്ന കോർപ്പറേഷന്റെ ടാങ്കർ ലോറികളാണ് ഏക ആശ്രയം. ഇത്ര രൂക്ഷമായ കുടിവെള്ളക്ഷാമം ഇതിനു മുമ്പുണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഉണക്ക് സമയത്തേ ഇവിടുത്തെ ഒരു പൈപ്പ് മദാമത്തോപ്പിന്റെ ഒരു പൈപ്പ് വന്നിട്ടുണ്ട്. അന്ന് തൊട്ടേ ഇവിടെ ക്ഷാമം തന്നെ വെള്ളത്തിന്. അതിനു മുമ്പ് പുന്തലത്താഴത്തെ വെള്ളം ഇവിടെ വന്നുകൊണ്ടിരുന്ന, അത് കഴിഞ്ഞിട്ട് ഈ ആറ്റുംകുടിലെ വെള്ളം അതും മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഈ പൈപ്പ് വന്ന് ഇത്രയും കാലത്തിനകത്ത് ഇവിടെ ഈ പൈപ്പിൽ ഇന്ന് ഉണക്ക് സമയത്ത് വെള്ളം കിട്ടിയിട്ടില്ല. ജില്ലയിലെ മിക്ക പ്രദേശങ്ങളും കടുത്ത വരൾച്ചയെയാണ് നേരിടുന്നത്. പുനലൂർ, കൊട്ടാരക്കര, ചവറ മേഖലകളിലും കുടിവെള്ള വിതരണം താളം തെറ്റി. ജില്ലയിലെ ഭൂജലനിരപ്പ് 3 മീറ്ററിനടുത്ത് കുറഞ്ഞതായി പഠനത്തിൽ വ്യക്തമായി. ജലനിരപ്പ് ഇത്രയും കുറയുന്നത് ഇതാദ്യമായാണെന്നും അധികൃതർ പറയുന്നു. കൊട്ടാരക്കര, ശാസ്താംകോട്ട, നീണ്ടകര, പൂതക്കുളം, പന്മന, കരുനാഗപ്പള്ളി, പിന്നെ കൊല്ലം ടൗൺ ഏരിയകളിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 2 മീറ്റർ വരെ താഴെ വാട്ടർ ലെവൽ താണിട്ടുണ്ടെന്നാണ് ഇപ്രാവശ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജില്ലയിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ ശാസ്താംകോട്ട തടാകം വറ്റിത്തുടങ്ങിയത് ജലവിതരണത്തെ സാരമായി ബാധിച്ചു. 10 ലക്ഷത്തോളം ആളുകളാണ് കുടിവെള്ളത്തിനായി ശാസ്താംകോട്ട തടാകത്തെ ആശ്രയിക്കുന്നത്. പ്രതിദിനം 16 മില്യൺ ലിറ്റർ വെള്ളം ഇവിടെ നിന്നും പമ്പ് ചെയ്യുന്നു. എന്നാൽ തടാകം വറ്റിത്തുടങ്ങിയതോടെ എത്രനാൾ പമ്പിംഗ് തുടരാനാകുമെന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. തെന്മല ഡാമിൽ നിന്നും കല്ലട ഇറിഗേഷൻ പദ്ധതി വഴി വരുന്ന വെള്ളത്തെ ശാസ്താംകോട്ടയിലേക്ക് ഒഴുക്കുന്ന പദ്ധതിക്ക് ജലവകുപ്പ് രൂപം നൽകിയിരുന്നു. എന്നാൽ തെന്മല ഡാം വറ്റിത്തുടങ്ങിയതും ശാസ്താംകോട്ടയിലെ വെള്ളം മലിനമാകുമെന്ന പരാതിയും ഈ പദ്ധതിക്ക് തടസ്സമായി. ആസൂത്രണത്തിലെ പിഴവും പദ്ധതി നിർവഹണത്തിലെ പാളിച്ചയും കാര്യങ്ങളെ കൂടുതൽ വഷളാക്കി. വറ്റിത്തുടങ്ങിയ മുഖത്തലപ്പുഴയ്ക്ക് സമീപത്തു നിന്നും ക്യാമറമാൻ സാദിഖ് പാറയ്ക്കലിനൊപ്പം PL കിരൺ, മീഡിയ 1, കൊല്ലം.